എല്ലാവർക്കും നമസ്കാരം. ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ബോട്ടിൽ വൈറ്റ് പെയിൻ്റൊക്കെ കൊടുത്തിട്ട് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ തുടങ്ങാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ വൈറ്റ് പെയിൻറ്റ് ഒരു 3 കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതെന്ന് വെച്ചാൽ ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ബോട്ടിൽ പെയിൻറ്റിങ് കണ്ടാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പെൻസിലും സ്കെയിലും എടുത്തിട്ടുണ്ട്. സ്കെയിലില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് വരയ്ക്കാനായിട്ട് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും അങ്ങനത്തെ സ്റ്റിക്കോ എന്തെങ്കിലും എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഞാനിവിടെ ഒരു നോട്ട് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലെടുക്കാം. 1 അല്ലെങ്കിൽ 2 3 ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വരച്ചെടുക്കാം. ഇപ്പം ഞാൻ 1 സെൻറ്റിമീറ്ററാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എനിക്കൊന്ന് പിക്ചർ ചെറുതായി വരും. ഇപ്പോൾ 2 അല്ലെങ്കിൽ 2.5 3 എടുക്കുകയാണെങ്കിൽ ഇത്തിരി വലിയ പിക്ചേഴ്സൊക്കെ കിട്ടും. അപ്പോൾ പിക്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഷേപ്പാണ് കേട്ടോ, അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കത് ഇത് വെച്ച് ഞാനിപ്പോൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് നോക്കുകയാണ് 1 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട്. കാരണം കുപ്പി ആയതുകൊണ്ട്, കാരണം പേപ്പറിൽ പെട്ടെന്ന് നമുക്ക് 1 സെൻറ്റിമീറ്ററൊക്കെ നല്ല ഷേപ്പിന് വരച്ചെടുക്കാൻ, ആ 1 സെൻറ്റിമീറ്ററിൽ വരച്ചെടുക്കാനൊക്കെ പറ്റും. ഇതിപ്പോൾ കുപ്പി ആയതുകൊണ്ട് കുറച്ചിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് ഓരോ ഡോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഡോട്ടും നമുക്ക് ഇത് കുപ്പി ചുറ്റിനും വരച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കണം. ഇത് ഞാനിപ്പോൾ പെൻസിലാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് പെൻസിൽ യൂസ് ചെയ്ത പെർമനൻറ്റ് മാർക്കർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു റഫാക്കി എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് പെൻസിൽ ഉപയോഗിച്ചത്. ഇനി നമുക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുക്കണം. എന്നാലേ ശരിക്കും അതിൻ്റെ അത് അറിയാൻ പറ്റുള്ളൂ. ഇനി വേണ്ടത്, ഇത് നമ്മൾ ഓരോ വരയും വരച്ചല്ലോ, അതിൽ നമ്മൾ ഒരു വേവ്സിൻ്റെ ഷേപ്പ് ഇതേ കണ്ടോ, ഇതുപോലെ ഇപ്പോൾ പെൻസിൽ വെച്ച് വരച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് വരച്ച് കാണിക്കാം. അപ്പോൾ ഒരു വേവ്സിൻ്റെ ഷേപ്പ് ഞാനിവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ വേവ്സ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ വരച്ച് കഴിയുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആവും കേട്ടോ. ഇതേ കണ്ടോ, ഇതുപോലെ വേവ്സ് രീതിയിൽ വരച്ചെടുക്കണം. ഇപ്പോൾ ഒരു കുന്ന് എന്നൊക്കെ പറയാം, കുന്ന് വരയ്ക്കുക എന്നൊക്കെ പറയും. മല വരയ്ക്കില്ല നമ്മൾ പേപ്പറിലൊക്കെ, അതാണ് ഈ വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇപ്പം അറിയാൻ പറ്റും. ഇത് നമുക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ റഫായിട്ട് ഞാനൊന്ന് കാണിച്ചു തരികയാണേ. അപ്പോൾ ഓരോ വരയിലും നമ്മൾ വരച്ചു കൊടുത്തു. ഇനി പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചു. ഇനി ഇപ്പോൾ ഓരോ ലൈൻസ് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് ഞാൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൽ മുട്ടിച്ച് കണ്ടോ ഓരോ വേവ്സും, അല്ലെങ്കിൽ ഓരോ കുന്ന് എന്ന് പറയാം, നമുക്ക് ഓരോ മലകൾ എന്നും പറയാം, അല്ലെങ്കിൽ ഓരോ ട്രയാങ്കിൾ. ഇതൊക്കെ ഒരു ട്രയാങ്കിൾ രൂപത്തിലാവും കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഇവിടെ വരച്ചെടുക്കുകയാണ്. ഇതുപോലെ വരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ പെൻസിൽ കൊണ്ട് നമ്മൾ ആദ്യം വരച്ച വര അതിലുണ്ട്. അത് നമുക്ക് പതുക്കെ വരച്ചു കൊടുക്കാം പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ ട്രയാങ്കിൾ എങ്ങനെയാകുന്നു ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. അപ്പോൾ കണ്ടോ, രണ്ടാമത്തെ ട്രയാങ്കിൾ മുകളിൽ വരയ്ക്കുമ്പോൾ, അതായത് ആ കുന്ന് വരയ്ക്കുമ്പോൾ നമ്മൾ 2 ജോയിൻറ്റിൻ്റെയും നടുക്കായിട്ട് വേണം ഇതുപോലെ വേണം വരയ്ക്കാൻ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ ഒരു എൻഡിൽ നിന്നും അടുത്തൊരു എൻഡിലേക്ക് ജോയിൻ ചെയ്യിക്കണം. അപ്പോൾ മുകളിലുള്ള മറ്റേ വരയുണ്ടല്ലോ, ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പിലിട്ട് ആ വരയിൽ മുട്ടിച്ചാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ വരച്ചത്. അപ്പോൾ അത് എടുത്തു പറയുന്നത്, ഞാനിവിടെ ഓരോ സെൻറ്റിമീറ്ററിലാകുമ്പോൾ ചെറിയ ട്രയാങ്കിൾസേ ആവുള്ളൂ, ഓരോ ഷേപ്സും ചെറുതായി പോവും. ശരിക്കും ഇത്തിരി വലുതാക്കണമെങ്കിൽ 2.5 അല്ലെങ്കിൽ 3 എടുക്കുകയാണെങ്കിൽ അല്പം വലിയ ഷേപ്സൊക്കെ കിട്ടും. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കും, ഒന്നിനു മീതെ ഒന്നായിട്ട്. ഇത് കുപ്പി മുകളിൽ ഭാഗം വരെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ രീതിയിൽ വരച്ചിട്ട് നമുക്ക് എളുപ്പത്തിന് ഞാനിപ്പം പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ആ പെൻസിലിൻ്റെ ആ ഒരു വരയുണ്ടല്ലോ, അത് ഞാനിവിടെ വരച്ചു കൊടുക്കുകയാണ്.
എനിക്കൊന്ന് ഇത് ഞാൻ എളുപ്പത്തിന് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഏതാണെന്ന് വെച്ചാൽ ആദ്യം വരച്ചിട്ട് പിന്നെ ട്രയാങ്കിൾസ് വരയ്ക്കുന്നതാണെങ്കിൽ അത് മതിയാകും. ഇപ്പോൾ എൻ്റെ ഒരു എളുപ്പത്തിനാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ളും വരച്ചു കഴിഞ്ഞു. ഇനി മുകളിലും നടുക്കും അതുപോലത്തെ ആ വര വരച്ചു കൊടുക്കണം. കണ്ടേ, ഇപ്പം ഈ ഒരു വര വരുമ്പോൾ, ഈ ഒരു ലൈൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ട്രയാങ്കിളായി ഫോം ചെയ്തു. നമ്മൾ കുന്നുപോലെ വരച്ചെങ്കിലും ഇതൊരു ട്രയാങ്കിൾ ഫോമിലാവുന്ന നമ്മൾ ആ ഫുൾ വര ചുറ്റിന് വരച്ച് കഴിയുമ്പോഴാട്ടോ. കണ്ടേ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ചെറിയൊരു ഷേപ്സിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലുതാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി വേണ്ടത് നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. ഓരോ ഗ്യാപ്പിലും നമ്മൾ കളർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ ബ്രഷും പിന്നെ അക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എടുത്തു പറയുന്നു, അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് ബ്ലാക്ക്. അത് ഞാൻ ഇവിടെ ഓരോ ട്രയാങ്കിൾസിനുള്ളിലും ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓരോ ഗ്യാപ്പിട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ കാണുമ്പോൾ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നും. കാരണം ഫുൾ വരച്ച് കഴിയുമ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ട്രയാങ്കിൾ ആണോ എന്താണ് കുത്തി വരച്ചിരിക്കുന്ന പോലെ ഒരു ഫീല് വരും. ശരിക്കും ഇത് പേപ്പറിൽ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല അളവെടുത്ത് നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ കുപ്പിയിലാകുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഈ റൗണ്ട് കുപ്പിയൊക്കെ ആകുമ്പോൾ ഇത്തിരി ചുറ്റിനും വരച്ചെടുക്കണമല്ലോ, അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. സ്കെയിൽ കൊണ്ട് എല്ലായിടത്തും വരച്ചെടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതാണ് ഒരു ബുദ്ധിമുട്ട്. കണ്ടോ, ഇനിയിപ്പോൾ ഇതുപോലെ ഫുൾ ആ ട്രയാങ്കിൾ ഫുൾ ഫില്ല് ചെയ്യണം നമുക്ക്. ഇപ്പോൾ താഴത്തെ ട്രയാങ്കിൾസ് ഫുള്ളും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞു. ഇനിയപ്പോൾ നമുക്ക് അടുത്ത മുകളിലുള്ള ട്രയാങ്കിളിലും ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരെൻഡിൽ നിന്ന് ഒരെൻഡിലേക്ക് നമ്മൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ കുന്ന് വരച്ചല്ലേ, മല എന്നൊക്കെ പറയാമല്ലോ, അതുപോലെ ഇങ്ങനെ വേവ്സ് വരച്ചു കൊടുത്തു. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ. എല്ലാ ട്രയാങ്കിൾസിനും നമ്മൾ കളർ കൊടുക്കണില്ല. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോ ഗ്യാപ്പിട്ടാണ് ട്രയാങ്കിൾ ഫില്ല് ചെയ്യണത് കളറ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം. ഇത് മൊത്തത്തിൽ കുപ്പി മൊത്തത്തിലാക്കി എടുക്കണം നമുക്ക്. ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഏത് രീതിയിലാണ് ഷേപ്പ് വരുന്നത്, ട്രയാങ്കിൾ രൂപത്തിൽ തന്നെ വരുന്നത് അല്ലേ. കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതിങ്ങനെ വരച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ ഞാൻ ഏകദേശം മുകൾ ഭാഗം വരെ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ട്രയാങ്കിൾസ് ആണിത്. വലുതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഇപ്പം നമ്മൾ മൊത്തത്തിൽ ട്രയാങ്കിൾസ് എടുത്ത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ആദ്യം കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതെങ്ങനെയാണ് വരയ്ക്കണേ എന്ന് ആലോചിക്കും. പക്ഷെ വരയ്ക്കാൻ എളുപ്പമാണ്, എളുപ്പം ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.